ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് മീൻ കിട്ടിയത് അയിലയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ രീതിയിലുള്ള മീൻ കറി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മീൻ നന്നാക്കി കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള, ഒരു മീഡിയം ഇടത്തരം ചെറിയ സവാളയാണ്. സവാളയും കുറച്ച് ചെറിയുള്ളിയും, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, ഒന്നാം പാല്, തേങ്ങാപ്പാൽ രണ്ട് തരത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു സ്പൂൺ, ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വയ്ക്കുക. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇത് പേസ്റ്റാക്കി വയ്ക്കാവുന്ന കേട്ടോ. തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്ത് വയ്ക്കുക. പിന്നെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഞാൻ മീൻകറി എപ്പോഴും മൺചട്ടിയിലേ വെക്കാറുള്ളൂ കേട്ടോ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ, വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പിന്നെ ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇടണം കേട്ടോ. ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇടുകയാണെങ്കിൽ പച്ചമുളകും. വീട്ടിൽ അത്ര അധികം എരിവ് ഇഷ്ടമുള്ള ആരുമില്ല, അപ്പോൾ എരിവ് കുറച്ചാണ് ഞാൻ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും വയ്ക്കാറുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് നന്നായി ഒന്ന് വഴറ്റണം. ചെറിയ എന്താ പറയുക, അതിന് പച്ചമണമൊക്കെ മാറി ഒരു നല്ല സ്മെല്ല് വരണം. അത് ബ്രൗൺ കളറൊന്നും ആവണ്ട. പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഞാൻ കളറിന് വേണ്ടി ഇത്തിരി കാശ്മീരി ചില്ലി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി വീണ്ടും വഴറ്റി ചൂടാക്കും. അപ്പോൾ അത് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് മൂത്ത് വരണം കേട്ടോ. നല്ലൊരു മണം വരണം. വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽക്കും. അത് പൊടികളെല്ലാം അതിൽ കിടന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ സാധാരണ മലയാളി വീട്ടമ്മയുടെ പോലെ തന്നെ എടുത്ത എന്തൊക്കെ സാധനം എടുത്ത ആ പാത്രങ്ങളൊക്കെ കഴുകി അതിലേക്ക് ഒഴിക്കുക എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല. തേങ്ങാപ്പാലിൽ നമ്മൾ മുളക് പൊടിയുടെ പേസ്റ്റ് എടുത്തിരുന്നില്ലേ, മഞ്ഞൾപ്പൊടി മുളക് പൊടി പേസ്റ്റ്, അതൊന്ന് കഴുകിയിട്ട് ആ പാത്രത്തിലൊന്ന് കലക്കിയിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റിനുണ്ടായിരുന്ന ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിലേക്ക് ചേർന്നോളൂ. അത് നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും ഈ കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെക്കേണ്ടതായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ചെറുതായി കിഴിയെടുത്ത കുടംപുളി 2 പീസ് എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ളതാട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടു. അതൊന്ന് വറ്റി വരണം. ഇനി ഞാൻ 2ാം പാലാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം പിഴിഞ്ഞ പാല് മാറ്റി വയ്ക്കണം. അത് നല്ല കട്ടിയുള്ള പാലാണ്. അത് 2ാമതെടുത്ത പാല് നമ്മൾ ഒഴിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ആ കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല റെഡ് തെളിഞ്ഞ് നിൽക്കണുണ്ട്. വെളിച്ചെണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കണുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അത് വയ്ക്കണം ഈ സമയത്തൊക്കെ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുന്നവരം വേവിച്ചെടുക്കാം കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ അത് കുറച്ച് സമയം മൂടി വയ്ക്കാം. അപ്പോൾ മീനൊന്ന് നോക്കിയപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മീൻ വറുക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ദേ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. വെള്ളം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതായത് തലപ്പാൽ. അത് ഒഴിച്ച് ചെറിയതായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ടാറ്റാ, ബൈ.